ഫ്രണ്ട്സ്, വയനാട്ടിന്റെ പ്രൈം ലൊക്കേഷനായ വൈത്തിരിയിൽ സീനിക് ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കൂടുതലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലിഷ്യസ് എസ്മീസ്. അപ്പൊ വയനാട് വൈത്തിരിക്ക് അടുത്ത് NH സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ വൈത്തിരി പാലസ് എന്ന ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. NH നിന്ന് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത ഒരു റോഡാണ് റിസോർട്ടിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ റൂട്ട് ഇട്ട് വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു വരണം. കയറി വരുന്നതിന് ആദ്യം നമ്മൾ കാണുന്നത് പാർക്കിംഗ് ഗ്രൗണ്ട് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ആണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ശരിക്കും ഒരു ഹെയർ പിൻ ബെൻഡ് കയറിക്കൊണ്ടാണ് കേട്ടോ നമ്മൾ റിസോർട്ടിലേക്ക് എത്തുന്നത്. കയറി വരുമ്പോൾ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ കിഡ്സ് പ്ലേ ഏരിയയും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ മേജർ റൂമുകളും വരുന്നത് 2 കണ്ടംപററി ബ്ലോക്കുകളിലായിട്ടാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ ഒരു ബ്ലോക്കിലാണ് ഇവിടുത്തെ റിസപ്ഷനും 7 റൂംസും സെറ്റ് ചെയ്തേക്കുന്നത്. തൊട്ടടുത്ത ബിൽഡിങ്ങിലായിട്ടാണ് ഇവിടെ ബാക്കി വരുന്ന ഡീലക്സ് റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ബാൽക്കണി ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് റൂംസിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ റൂംസിന്റെ എല്ലാ അമ്യൂണിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് നോക്കി നോക്കാം. ഇതാണ് ഇവിടുത്തെ പുതിയ ബിൽഡിംഗ് കേട്ടോ. ഈ ബിൽഡിംഗിൽ താഴെ 2 ഫാമിലിക്കോ അല്ലെങ്കിൽ കൂടുതൽ ബാച്ചിലേഴ്സിനോ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയ റൂംസും അതുപോലെ തന്നെ മുകളിൽ സിംഗിൾ ബെഡ് റൂമുമാണ് ഉള്ളത്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു സിംഗിൾ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബെഡ് സ്പേസ് ഉള്ള റൂമും അതേപോലെ തന്നെ പുറകിലായിട്ട് ഇപ്പൊ കാണുന്ന ഒരു ബെഡ് സ്പേസും കൂടെ കൂടിയതാണ്. ഇതിനിടയ്ക്ക് ഒരു ഡോർ ഇല്ല കേട്ടോ, പക്ഷെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിങ് സൈസ് ബെഡോട് കൂടിയേക്കുന്ന 2 ബെഡ് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കുറെ മെമ്പേഴ്സ് ഉള്ള ഒരു സിംഗിൾ ഫാമിലിക്കോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന്റെ ഒരു വലിയ ഗ്രൂപ്പിനോ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ റൂംസ് ആണ് ഇത്. അപ്പൊ ഈ 2 റൂമിനും സെപ്പറേറ്റ് ബാത്റൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം ഫെസിലിറ്റീസ് എന്തൊക്കെയാണല്ലോ നോക്കാം. ഇതാണ് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം കാറ്റഗറി റൂം. ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം കൂടിയാണ് കേട്ടോ. ഇവിടെ ബാൽക്കണി ഇല്ലെങ്കിലും ഗ്ലാസ് വിൻഡോ വെച്ചിട്ട് നല്ല അടിപൊളി വ്യൂയോട് കൂടിയ ഒരു റൂം കൂടിയാണ്. ഒരു ഡീലക്സ് റൂമിന്റെ എല്ലാ സ്റ്റാൻഡേർഡ് അമ്യൂണിറ്റീസും കൂടിയുള്ള ഒരു റൂമാണ് ഇത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഫെസിലിറ്റി നോക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. റിസപ്ഷൻ അടങ്ങിയിട്ടുള്ള ഈ ഒരു ബിൽഡിംഗിലാണ് ബാൽക്കണിയോട് കൂടിയിട്ടുള്ള AC നോൺ AC ഡീലക്സ് റൂമുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഇനി നമുക്ക് അപ്സ്റ്റെയറിലുള്ള AC ഡീലക്സ് റൂമിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറിയിലുള്ള ബാൽക്കണിയോട് കൂടിയുള്ള റൂം. എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഈ ഒരു റൂമിൽ ഒരു ഡബിൾ കോട്ട് ബെഡും കബോർഡും പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തേക്കുന്ന ബാത്റൂം ആട്ടോ. നമുക്ക് അതിന്റെ അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വ്യൂ കൂടെ നോക്കാം. നല്ല അടിപൊളി വ്യൂയോട് കൂടിയിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ അപ്സ്റ്റെയർ റൂംസിനെല്ലാം കൂടെ കോമൺ ആയിട്ട് ഒരു ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ ഒരു കോമൺ ബാൽക്കണിയും അതിന് പുറമെ ഈ ബാൽക്കണിയിൽ ഒരു ഗെയിം സോണും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ ഈ അപ്സ്റ്റെയറിലെ 4 റൂംസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പ്രൈവസിയോട് കൂടി എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഇവിടുത്തെ പൂളും അതുപോലെ തന്നെ മറ്റു ഫെസിലിറ്റീസും എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഇവിടുത്തെ മെയിൻ 2 ബിൽഡിങ്ങിന്റെ സെൻട്രൽ ആയിട്ട് ഒരു മിനി ഇൻഫിനിറ്റി സെറ്റപ്പോട് കൂടിയ ആപ്പിൾ ഷേപ്പിലുള്ള നല്ല അടിപൊളി വ്യൂയോട് കൂടിയ ഒരു പൂളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ കിഡ്സ് പൂള് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ടോ. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ സ്റ്റേയോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പൂളിന്റെ സൈഡിലായിട്ട് താഴെ കാണുന്ന ഈ ഒരു ഓപ്പൺ സ്പേസിലാണ് ഓപ്പൺ ഡൈനിങ് കൺസെപ്റ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും പപ്പടവും ഉണ്ട്. അതോടൊപ്പം തന്നെ ബ്രെഡും ജാമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കണ്ടംപററി ബിൽഡിംഗിലെ ഡിലക്സ് റൂമുകൾക്ക് പുറമെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത് എന്റെ പുറകിലായിട്ട് കാണുന്ന ഹെറിറ്റേജ് ടൈപ്പിലുള്ള വുഡൻ ഹട്ടുകളാണ്. ഇത് മെയിൻലി കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അമ്യൂണിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് നോക്കി നോക്കാം. ഇവിടെയുള്ള 2 കണ്ടംപററി ബ്ലോക്കുകളിൽ നിന്നും മാറിയായിട്ടാണ് കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ വുഡൻ കോട്ടേജസ് ഉള്ളത്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഒരു ട്രഡീഷണൽ തറവാട് കൺസെപ്റ്റിലാണ് കേട്ടോ ഇവിടുത്തെ വുഡൻ കോട്ടേജസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ പഴയ പൂമുഖത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വരാന്തയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൂമുഖത്ത് ഇരുന്ന് വൈകുന്നേരങ്ങളിൽ കാഴ്ചകൾ കണ്ട് കാറ്റുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സുഖമുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടുത്തെ ബെഡ്റൂമിൽ ഒരു ഡബിൾ കോട്ട് ബെഡാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് അടിപൊളിയായിട്ട് സീലിംഗും ലൈറ്റിങ്ങും ചെയ്ത ഈ റൂമിൽ ഒരു വാൾഡ്രോപ്പും ടിവിയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ബാത്റൂം അമ്യൂണിറ്റീസും കൂടി നോക്കാം. ഇപ്പൊ ഇവിടുത്തെ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള വുഡൻ ഹട്ടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. ഇത് എക്സ്ക്ലൂസീവ്ലി ഹണിമൂൺ കപ്പിൾസിനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ ഇന്റീരിയർ കൂടി നോക്കാം. ഒരു റൊമാൻറ്റിക് ആംബിയൻസ് തരുന്ന രീതിയിലാണ് അവിടുത്തെ ഇന്റീരിയർ ലൈറ്റ് പോലെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയ രീതിയിൽ വളരെ ക്യൂട്ട് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ഇന്റീരിയർ ചെയ്തേക്കുന്നത്. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളൊരു ഹണിമൂൺ കപ്പിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വില്ല യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് പുറമെ ഈ റൂമിൽ നിന്ന് തന്നെ ഇവിടുത്തെ സീനിക് ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു വിൻഡോയും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹട്ടിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നമുക്ക് ഈ ബാത്റൂം ഫെസിലിറ്റിയും കൂടി നോക്കാം. ഇവിടുത്തെ പൂളിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിനും ഉള്ള ഫെസിലിറ്റീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യാമ്പ് ഫയർ കോംപ്ലിമെന്ററി ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഗ്രില്ലിംഗ് പൊസിഷനും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പകല് മാത്രമല്ല കേട്ടോ, രാത്രിയിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണിത്. ഞങ്ങളിതാ ഈ ഒരു റൂമിലാണ് താമസിക്കുന്നത്. ഇവിടെ നല്ല റാന്തൽ ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല പൊളി ലുക്കാണ്. പ്രോപ്പർട്ടിയിൽ മൊത്തം ഇതേപോലെ കുറേ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. രാത്രി ആയപ്പോഴത്തേക്ക് ആ വൈബ് എൻജോയ് ചെയ്യാൻ തന്നെ നല്ല ഹരമാണ്. ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള ടൈം ആയിട്ടുണ്ട്. കോംപ്ലിമെന്ററി ക്യാമ്പ് ഫയർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ബാച്ചിലർ ഗ്രൂപ്പിനും ഫാമിലി ഗ്രൂപ്പിനും സെപ്പറേറ്റ് ടൈമിങ്ങിലാണ് കേട്ടോ ക്യാമ്പ് ഫയർ കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു വൈത്തിരി പാലസ് എന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടിന്റെ വിശേഷങ്ങൾ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കപ്പിൾസിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. റിസോർട്ടിന്റെ ബുക്കിംഗ് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എല്ലാം എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല അടിപൊളി സ്പോട്ടുമായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കൂടെ അടുത്തൊരു അടിപൊളി ലൊക്കേഷൻ കാണുന്നതായിരിക്കും. ബൈ.